സാക്ഷ്യം നൽകുന്നു ജേക്കബ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജേക്കബ്, മച്ചാടാണ് വീട്. ഞാൻ ഈ കഴിഞ്ഞ 30-ാം തീയതി, നവംബർ 30-ാം തീയതി ജോലിക്ക് ഓട്ടോ ഓടിച്ചു വരുന്ന സമയത്ത് പെട്ടെന്നൊരു അപകടം ഉണ്ടായി. വണ്ടിയുടെ ബാക്കിലെ വീലിൽ വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്ന് ഇടിക്കുകയും പെട്ടെന്ന് ഞാൻ വണ്ടിയുടെ കൺട്രോൾ പോയി. അപ്പോൾ തന്നെ കർത്താവേ എന്ന് വിളിച്ചു. തൊട്ടിപ്പുറത്ത് മതിലും റോഡിന് അഡ്ജുമുള്ള വഴിയായിരുന്നു. കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വണ്ടി പോയി ഇടിച്ച് ആകെ അപകടാവസ്ഥയിലാവും. അങ്ങനെ അവസ്ഥയിൽ ഞാൻ പെട്ടെന്ന് കർത്താവേ എന്ന് വിളിച്ചു. എങ്ങനെയാണ് വണ്ടി നിന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ വണ്ടി നിന്നു. പിറ്റേ ദിവസം 1-ാം തീയതി കൺവെൻഷൻ, സ്ഥിരമായിട്ട് ഞങ്ങളിവിടെ വെള്ളിയാഴ്ച കൺവെൻഷൻ വരുന്ന ആൾക്കാരാണ്, കുടുംബമാണ്. അപ്പോൾ കൺവെൻഷൻ വന്ന സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് വിശുദ്ധ ബലിക്കയുടെ അച്ഛൻ്റെ പ്രസംഗവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ചെറിയൊരു മയക്കത്തിലേക്ക് പോയി. ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു, ഇന്നലെ ഒരാൾക്കൊരു അപകടം ഉണ്ടായി, ഞാൻ കാണുന്നു ആൾ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, കൈയും കാലൊക്കെ ഒടിഞ്ഞ് വലിയൊരു ദുരന്തത്തിലേക്ക് പോകേണ്ടതായിരുന്നു, ആൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, ആളിവിടെ ഈ കൂട്ടത്തിലുണ്ട്, ആൾ സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ എൻ്റെ ഉറക്കും മയക്കൊക്കെ പോയി. ഞാൻ ഉണർന്നിരുന്നു. വിശുദ്ധ ബലി കഴിഞ്ഞ ഉടനെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ്റെ അടുത്ത് ചെന്ന് അങ്ങനെ കാര്യം പറഞ്ഞു. വിശുദ്ധ ബലി കഴിഞ്ഞതിന് ശേഷം അതാണ് 1-ാമത്തെ നിയോഗം. പിന്നെ എനിക്ക് 2 നിയോഗങ്ങളും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. മകളുടെ കയ്യിൻ്റെ വിരലുകൾ, ഈ വലത് കൈയിൻ്റെ വിരലുകൾ മുഴുവൻ നല്ല വേദനയായിരുന്നു. ഒരുപാട് ഡോക്ടർമാരെ കണ്ട് ചികിത്സയൊക്കെ ചെയ്തു. പക്ഷെ അപ്പോഴൊന്നും ഭേദമായില്ല. തുടർന്ന് നമ്മളിവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിലുള്ള നിലവിളക്കിൽ എണ്ണ തേച്ച് ഇപ്പം മകൾക്ക് കൈവിരലുകൾ വേദനയൊന്നുമില്ല. അവളങ്ങനെ സുഖപ്പെട്ടു, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരുപാട് കടബാധ്യതകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ജൂലൈ 14-ാം തീയതി ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാനട്ടച്ചൻ ആരാധനയുടെ ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞു, ജേക്കബ് എന്ന സഹോദരൻ്റെ കടങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി കർത്താവ് ഇടപെടുന്നു, വഴികൾ തുറന്നു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് വിശ്വസിച്ചു. ഇപ്പോൾ എനിക്ക് എൻ്റെ കടബാധ്യതകൾ തീർന്നു കിട്ടുവാനുള്ള വഴികൾ ഓരോന്നോരോന്നായി, ഒറ്റയടിക്കില്ലെങ്കിലും തീർന്നു കിട്ടാനുള്ള ഓരോ വഴികളും ദൈവം എനിക്ക് അനുവദിച്ചിരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്ഭുതകരമായി അപകടത്തിൽ കർത്താവ് രക്ഷിച്ചു. കണ്ടോ പ്രിയപ്പെട്ടവരെ, ആ എന്തെന്നില്ലാത്ത രീതിയിൽ ഒരു ബൈക്ക് അപകടത്തിൽപ്പെട്ടതാ. ആ സമയത്ത് കർത്താവേന്ന് വിളിച്ചു. കർത്താവ് ഇറങ്ങി വന്ന് ഈ മാനെ രക്ഷിച്ച ഒരു സാക്ഷ്യല്ലേ നമ്മൾ കേട്ടെ. ഇതുപോലെ തന്നെ മകൾക്ക് കൈവിരകൾക്ക് വേദന, എന്നാൽ മാതാവിന് നിലവിളക്കിലെ എണ്ണ തേച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ കുഞ്ഞിന് സൗഖ്യം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ജെറുസലേം നാഥയുടെ മുമ്പിലുള്ള ഈ തൈലം, ഈ എണ്ണ അഭിഷേകവും അത്ഭുതവും വർഷിച്ചു കൊണ്ടിരിക്കുക. ഇതുപോലെ 3-ാമത്തെ സാക്ഷ്യം, കടബാധയിൽ ജേക്കബിന് ലഘൂകരിച്ചു കൊടുക്കുന്നു എന്ന് ഈ മകൻ വിശ്വസിച്ചു പോയി. പിന്നീട് ഓരോ കടബാധ്യതകളും ലഘൂകരിച്ചു വരുന്നു എന്ന് ഈ മകൻ സാക്ഷ്യം നൽകിയ. കരങ്ങളടിച്ച് കർത്താവിന് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് സാക്ഷ്യം നൽകുന്നു അന്നം.